ഹായ്, ഇത് എൻ്റെ സ്നോ റോസ് ചെടിയാണ്. 1000 നക്ഷത്രങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന വളരെ മനോഹരിയായ ഒരു കുറ്റിച്ചെടിയാണ് സ്നോ റോസ്. ബോൺസായി ചെടിയായി നമുക്കിതിനെ വളർത്തിയെടുക്കാവുന്നതാണ്. 1000 നക്ഷത്രങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന അതിൻ്റെ പൂക്കളെയാണ് കേട്ടോ. ഈ വെരിഗേറ്റഡ് ലീഫുള്ള സ്നോ റോസിലുണ്ടാകുന്നത് സിംഗിൾ പെറ്റലിൽ ഉള്ള വെളുത്ത നിറത്തിലുള്ള പൂക്കളാണ്. പൂവിൻ്റെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ സ്നോ റോസിൽ പൂക്കൾ വിരിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി വെയിലൊക്കെ വരുമ്പോൾ അതിൽ പൂക്കൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ ഈ ചെടിയിൽ മിക്കപ്പോഴും പൂക്കൾ ഉണ്ടാകും. ഓവർ വാട്ടറിങ് ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് സ്നോ റോസ്. ഈ ചെടി ചട്ടിയിൽ നടുമ്പോൾ നമുക്ക് പോട്ടി മിക്സായി മണലും മണ്ണും ചാണകപ്പൊടിയും ചേർന്ന മിശ്രിതം മതിയാകും. ഇടയ്ക്ക് ജൈവവളം ചേർക്കുന്നതും ഇതിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതാണ്. വളർച്ചയെത്തിയ ചെടിയിൽ പൂക്കളില്ലെങ്കിൽ ചെടിയുടെ സൈസ് അനുസരിച്ച് നമുക്ക് DAP ചേർക്കുന്നത് പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്നതാണ്. സിംഗിൾ പെറ്റലും മൾട്ടി പെറ്റലും പിങ്ക് കലർന്നതുമായ പൂക്കളുള്ളതും പച്ച നിറത്തിലുള്ള ഇലകളുള്ളതുമായ സ്നോ റോസും കാണാറുണ്ട്. ഈ ചെടിയിൽ ഇലകൾ കാണപ്പെടുന്നത് ഒരു പൂവിൻ്റെ ഷേപ്പോട് കൂടി തന്നെയാണ്. അതുതന്നെ ഈ ചെടിക്ക് വളരെ മനോഹാരിത കൂട്ടുന്നുണ്ട്. എൻ്റെ സ്നോ റോസ് ഞാൻ പ്രൂൺ ചെയ്തിട്ടില്ല. പ്രൂൺ ചെയ്ത് ഭംഗിയായിട്ട് നമുക്ക് ഇത് വളർത്തിയെടുക്കാവുന്നതാണ്. ഈ സുന്ദരി ചെടിയെ കൂടി നിങ്ങൾ പൂന്തോട്ടത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.